السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. ഏറ്റവും ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹുവിൻ്റെ നിയമ നിർദ്ദേശങ്ങളെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും കാത്തു സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ ലോകത്ത് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുമ്പം അള്ളാഹുവിനെ പരിപൂർണമായി തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനും ഈ ലോകത്തു നിന്ന് വിട പറയുന്ന അവസാനത്തെ സമയം അള്ളാഹു നമ്മെ തൃപ്തിപ്പെട്ടുകൊണ്ട് വിട പറയുവാനുമുള്ള മഹാ തൗഫീഖിനായി സദാ പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല അവന്റെ ഇഷ്ടജനങ്ങളിൽ നമ്മയും സ്വീകരിക്കുമാറാവട്ടെ. ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളും വളരെ ആവേശത്തോടെ കാത്തിരുന്ന പരിശുദ്ധ റമദാനിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഈ പരിശുദ്ധ റമദാനിന്റെ അതിന്റെ മുഴുവൻ പവിത്രതയും ലഭിക്കുന്ന ഖൈറും മിൻ അൽഫി ശഹ്റോടുകൂടി ലഭിക്കുന്ന മഹാസൗഭാഗ്യവാന്മാരിൽ നമ്മയെല്ലാം ചേർക്കുമാറാവട്ടെ. പരിശുദ്ധ റമദാൻ അല്ലാഹു സുബ്ഹാനഹു തആല സൂറ ബഖറയിൽ അതിന്റെ 183-ാമത്തെ ആയത്ത് കൊണ്ട് തുടങ്ങുന്ന ഏതാനും ചില കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്.
മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 13 വർഷം മക്കയിൽ തന്റെ ദഅവത്ത് നടത്തിയതിനു ശേഷം മദീനയിലേക്ക് എത്തുകയും അവിടെ എത്തിയതിന്റെ 2ാമത്തെ വർഷമാണ് റമദാനിനെ നിർബന്ധമായി കൊണ്ടുള്ള ആയത്ത് അവതീർണമാകുന്നത്. പരിശുദ്ധ റമദാനിലെ നോമ്പിനെ നിർബന്ധമാക്കുന്നത് ആ ഒരു സന്ദർഭത്തിലാണ്. ആ റമദാൻ നിർബന്ധമായ ആ വർഷത്തിൽ തന്നെയാണ് ബദറിലേക്ക് വലിയൊരു സമരമുഖത്തേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലവും സംഘവും എത്തിച്ചേർന്നതും. ചരിത്രത്തിൽ ഒരുപാട് പ്രാധാന്യങ്ങളുള്ള, ഒരുപാട് മഹാത്ഭുതങ്ങൾ നടന്നിട്ടുള്ള മാസങ്ങൾ ഒന്നാണ് ഈ പരിശുദ്ധ റമദാൻ. അതിന്റെ ഏറ്റവും വലിയ പവിത്രത, ഏറ്റവും വലിയ അതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഈ റമദാനിലാണ് പരിശുദ്ധ ഖുർആൻ അവതീർണമാകുന്നത് എന്നതാണ്. അങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞിട്ടുള്ള ഈ റമദാനിന്റെ മാസത്തില് അതിന്റെ പകലിൽ പരിപൂർണമായി കൊണ്ട് നോമ്പിനെ സ്വീകരിക്കുവാനും അതിന്റെ ദിവസങ്ങൾ പകലിലും അതിന്റെ രാത്രികളിലും കൂടുതൽ ഇബാദത്തുകളുമായി അല്ലാഹുവിലേക്ക് തിരിയണമെന്നുമാണ് പരിശുദ്ധ റമദാൻ നമുക്ക് നൽകുന്ന പാഠങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ നമ്മളെ ആദ്യമായിട്ട് ഓർമ്മപ്പെടുത്തുന്നത് യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് നോമ്പിനെ നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ്. എന്നിട്ട് അല്ലാഹു പറയാണ് കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയവർക്കും ഈ നോമ്പിനെ അല്ലാഹു നിർബന്ധമാക്കിയിരുന്നു എന്നാണ്. അപ്പൊ നോമ്പെന്ന് പറയുന്നത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ജനവിഭാഗങ്ങളിലേക്കും നിർബന്ധമാക്കിയ ഒന്നാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനു മാത്രമായിട്ട് പ്രത്യേകമായി തന്നതല്ല എന്നുകൂടി നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കണം. എന്തിനാണ് നിങ്ങൾക്ക് നോമ്പിനെ അല്ലാഹു നിശ്ചയിച്ചു തന്നത് എന്ന് ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ പറയുന്നത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ പരിപൂർണ തഖ്വയുള്ളവരാകുന്നതിന് വേണ്ടിയിട്ടാണ് എന്നാണ്. പരിപൂർണമായിട്ടും തഖ്വയോടുകൂടി നിങ്ങളുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ നോമ്പിന് സാധിക്കുമെന്നാണ് അല്ലാഹു നമ്മെ ബോധ്യപ്പെടുത്തി തരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നമ്മളോട് പറഞ്ഞു, ഇദാ അസ്ബഹ യൗമു അഹദിക്കും സായിമൻ, ഒരാൾ നോമ്പിൽ പ്രവേശിച്ചു കൊണ്ടിരിക്കെ, നോമ്പുകാരനായി കൊണ്ടിരിക്കെ നിങ്ങൾ അശ്ലീലമായിട്ടുള്ള സംസാരങ്ങൾ ഉണ്ടായി പോവരുത്. നമ്മുടെ നാവിനെ നല്ലവണ്ണം സൂക്ഷിക്കണമെന്നാണ് ആ പറഞ്ഞത്. ആളുകൾക്ക് ഇഷ്ടമില്ലാത്ത, ആളുകൾക്ക് പ്രയാസപ്പെടുന്ന അശ്ലീലമായിട്ടുള്ള സംസാരങ്ങളൊന്നും തന്നെ ഉണ്ടായിപ്പോവരുത് നോമ്പുകാരനായിരിക്കെ. അതുപോലെ തന്നെ നിങ്ങൾ ശാപവാക്കുകൾ പറയരുത്, ശപിച്ചുകൊണ്ടുള്ള വർത്തമാനങ്ങൾ പറയരുത്. ആരെങ്കിലും ആ ഒരു തരത്തിൽ നിങ്ങളിലേക്ക് കലഹമുണ്ടാക്കുവാൻ വരികയാണെങ്കിൽ നിങ്ങൾ ആ വന്ന ആളോട് ഫയഖുൽ, നിങ്ങൾ പറയണം ഇന്നി സായിമുൻ, ഞാനൊരു നോമ്പുകാരനാണ് എന്ന് പറയണം. റസൂലുള്ളാഹി ആ ഹദീസിൽ 2 തവണയാണ് ഇന്നി സായിമുൻ എന്ന് ആവർത്തിച്ചത്. ഞാനൊരു നോമ്പുകാരനാണ് എന്ന് പറയണമെന്ന്. പലപ്പോഴും നമ്മളുടെ ഒരു ഭാഷാപ്രകാരം ഇപ്പോൾ ഞാൻ നോമ്പിലാണ്, നോമ്പ് തുറന്നതിന് ശേഷം നമുക്ക് സംസാരിക്കാം എന്നൊരു പൊതുധാരണ പലപ്പോഴും സംസാരങ്ങളിൽ കേൾക്കാറുണ്ട്. നോമ്പൊന്നാണ്ട് കഴിഞ്ഞോട്ടെ, അല്ലെങ്കിൽ നോമ്പൊന്ന് തുറന്നോട്ടെ എന്ന്, നോമ്പുകാരനായിരിക്കെ എനിക്കൊന്നും പറയാൻ പറ്റൂല എന്ന് പറയുന്നൊരു സമ്പ്രദായമുണ്ട്. നോമ്പുകാരനാകുന്നത് ഇനിമേൽ അവന്റെ ജീവിതത്തിൽ ആ തരത്തിലുള്ള ഒരു അക്രമങ്ങൾക്കും കലാപങ്ങൾക്കും അല്ലെങ്കിൽ ശാപവാക്കുകൾക്കും പരിഹാസ്യങ്ങൾ കൊണ്ട് നാവിനെ ഉപയോഗപ്പെടുത്താതിരിക്കാനുള്ള പരിശീലനമാണ്. അതുകൊണ്ട് നോമ്പ് തുറന്നതിനു ശേഷം നമുക്ക് സംസാരിക്കാം എന്ന അങ്ങനത്തെ ഒരു വർത്താനത്തിലല്ല അത് നമ്മളെ പഠിപ്പിക്കുന്നത്.
അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങളുടെ സകലമാന ഭാഗേദയങ്ങളിലും നിങ്ങൾ എവിടെയൊക്കെയാണോ ഇടപെടുന്നത് അവിടെയൊക്കെയും നിങ്ങൾക്ക് സൂക്ഷ്മത അത് ലഭിക്കാനുള്ള ഏറ്റവും നല്ല ഒരു ഭാഗമാണ് നോമ്പുകാരനാവുക എന്നത്. അപ്പൊ നോമ്പിലൂടെ നമുക്ക് ലഭിക്കേണ്ടത് അതാണ്, സൂക്ഷ്മതയാണ്. എല്ലാ മേഖലകളിലും നമ്മുടെ കുടുംബങ്ങളോട്, സഹധർമ്മിണിയോട്, മക്കളോട്, പിതാവിനോട്, അയൽവാസിയോട്, ഈ രാജ്യത്തോട്, അങ്ങനെ എല്ലാ മേഖലകളിലും, നമ്മുടെ കച്ചവട മേഖലകളിൽ, നമ്മുടെ ഇടപാടുകളിൽ എല്ലാം സൂക്ഷ്മത. ഞാനൊരു മുസ്ലിമാണ്, ഞാനൊരു നോമ്പുകാരനാണ്, ആ നോമ്പിലൂടെ നാളെ റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ അല്ലാഹു എനിക്ക് അവസരം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ യാതൊരു തരത്തിലുള്ള ഹക്കല്ലാത്ത ഒരു ഇടപാടും, നന്മയല്ലാത്ത ഒരു വർത്തമാനവും, തിന്മയിലേക്കുള്ള എല്ലാ കവാടങ്ങളും അടച്ചുകൊണ്ട് ഒരു മനുഷ്യനായി, സംസ്കാരമുള്ളവനായി ജീവിക്കുവാനുള്ള ഒരു അവസരമാണ് അല്ലാഹു എന്നെ ഇതിലൂടെ പഠിപ്പിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആന്റെ സൂറത്ത് ഫുർഖാനിൽ ഇബാദുർ റഹ്മാൻ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഒരു ഭാഗമുണ്ട്. ഫുർഖാൻ എന്ന അധ്യായത്തിന്റെ അവസാന ഭാഗത്തിന്റെ ആ ആയത്തുകളെ മുഴുവനും ഇബാദുർ റഹ്മാൻ എന്നാണ് അറിയപ്പെടുക. വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗന വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമ. നിങ്ങൾ ഭൂമിയിലൂടെ നടക്കുമ്പോൾ വളരെ വിനയാന്വിതരായി കൊണ്ടുവേണം നടക്കാൻ. അഹങ്കാരത്തിന്റെ ഒരു അടയാളവും നമ്മൾ പ്രകടിപ്പിക്കരുത്. ഇതൊരു നടത്തത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. നമ്മളൊരു വാഹനമായിട്ട് പോവുകയാണെങ്കിലും ആ വാഹനം എടുത്തു പോകുമ്പോൾ 4 ടയറും ഒന്ന് റോട്ടും ഒന്ന് എഴുതി ഒരു ശബ്ദമൊക്കെ ഉണ്ടാക്കി എടുത്തു പോകുന്നുണ്ടല്ലോ, അത് അഹങ്കാരത്തിന്റെ പോക്കാ. അതിലൊക്കെ ഇത് വരും. അതുപോലെ തന്നെ എന്റെ സഹോദരങ്ങളോട്, ചെറുപ്പക്കാരോട് പ്രത്യേകം പറയാനുള്ളത്, നമ്മുടെ സ്കൂട്ടറിന്റെയും മോട്ടോർ സൈക്കിളിന്റെയും ഒക്കെ സൈലൻസറിൽ കൃത്രിമമായ ചില സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി ആളുകൾക്ക് വിഷമമുണ്ടാക്കുന്ന ശബ്ദത്തിൽ അങ്ങനെ റൈസ് ചെയ്തു പോകുന്നുണ്ടല്ലോ, അതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പാടില്ലാത്തതാണ്. അത് അഹങ്കാരത്തിന്റെ പോക്കാണ്. മറ്റുള്ള ആളുകളെ പ്രയാസപ്പെടുത്തുക, പ്രത്യേകിച്ച് രോഗികളായ ആളുകൾ, ഹാർട്ട് സംബന്ധമായ രോഗികളായിട്ട് വീട്ടിലിരിക്കുന്നവർക്ക് വരെ റോട്ടിലൂടെ നിങ്ങൾ ഈ ശബ്ദമുണ്ടാക്കി പോകുമ്പോൾ അതിന്റെ ദുരിതം അനുഭവിക്കേണ്ടി വരും. തൊട്ടിൽ കിടക്കുന്ന കൊച്ചുമക്കളുണ്ടാവും, അതുപോലെ തന്നെ ഉറക്കം വരാതിരുന്ന് ഒന്ന് ഉറക്കിലേക്ക് പ്രവേശിച്ച ആളുകൾ ഉണ്ടാവും. ഈ ഘോരമായ ശബ്ദത്തിൽ വാഹനത്തെ പായിപ്പിക്കുമ്പോ അത് അവർക്ക് ഒരുപാട് ആളുകൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന ഒരു യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാതെ, ഒരു പരിസ്ഥിതിയെ, നമ്മുടെ കാര്യങ്ങളെ വിച്ഛേദിച്ച് മനസ്സിലാക്കാൻ കഴിയാത്ത തരത്തിൽ യാതൊരു ചിന്തയുമില്ലാതെ അഹങ്കാരത്തോടുകൂടി വാഹനം പായിച്ചു ഓടുന്ന ആളുകൾക്കും ഈ ആയത്ത് വളരെ വളരെ കൃത്യമായിട്ടാണ് പറയുന്നത്. ഇദാ ഖത്തബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമ എന്ന് പറയുന്നതിന് മുമ്പ് വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർദ്, അവർ ഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോ ആർക്കും ഒരു പ്രയാസം ഉണ്ടാവില്ല. വളരെ വിനയാന്വിതരായിട്ട് അവർ പോളും. അവരവരുടെ വഴിയിൽ അങ്ങനെ ഒരാളെയും ബുദ്ധിമുട്ടിക്കാതെ. അതാണ് തഖ്വ എന്ന് പറയുന്നത്. ആ തഖ്വയൊക്കെ മനുഷ്യന് ലഭിക്കണമെങ്കിൽ ഈ ഒരു മാസത്തെ ഈ ഒരു പരിശീലനം മനുഷ്യന് ആവശ്യമാണ് എന്നത് നമ്മെ സൃഷ്ടിച്ച ശ്രദ്ധാവ് കൃത്യമായിട്ട് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. അല്ല, നിങ്ങൾ ഒരേ പോക്ക് ഇങ്ങനെ പോവുകയാണെങ്കിൽ വഴി ചിതറുവാൻ മനുഷ്യന് സാഹചര്യമുണ്ട്. മനുഷ്യൻ അങ്ങനെയാണ്, എപ്പോഴും ഒന്ന് തെന്നിപ്പോവാനുള്ള ഒരു വല്ലാത്ത ഒരു ആഗ്രഹം, അല്ലെങ്കിൽ അതിനോടുള്ള ഒരു ഭ്രമം പലപ്പോഴും മനുഷ്യന്റെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ തെന്നിമാറലുകൾ ഉണ്ടാകുമ്പോ അതിനെ തിരിച്ച് ആ ശരിയായ തഖ്വയിലേക്ക് എത്തിക്കുക എന്നതാണ് പരിശുദ്ധ റമദാൻ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. റമദാൻ ഒരു ഭാരമായി വിശ്വാസിക്ക് ഒരിക്കലും തോന്നുകയുമില്ല. കഴിഞ്ഞ റമദാനിലേക്ക് പ്രവേശിക്കുന്നതിന്റെ തലേ ദിവസം വരെ നല്ല ചൂടായിരുന്നു എന്നാണ് നമ്മൾ അനുഭവിച്ചത്. നല്ല ചൂടാ, പുറത്തുനിന്ന് ഇറങ്ങി നടക്കാൻ വയ്യ. ഇപ്പൊ തന്നെ ചൂട് ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചിരുന്നു. പക്ഷെ നോമ്പിലേക്ക് പ്രവേശിച്ചപ്പോ ആ ചൂടിനെ മനസ്സിലാകുന്നില്ല.
ആ ചൂട് അങ്ങനെ അനുഭവിക്കുന്നില്ല. നേരം വെളുത്ത് ഒരു 11 മണിയാകുമ്പോഴേക്ക് എത്രയാണ് നമ്മൾ വെള്ളം കഴിച്ചിട്ടുള്ളത്. പക്ഷെ പ്രവേശിച്ചു, നമ്മുടെ നീയത്തോടു കൂടി നോമ്പിലേക്ക് പ്രവേശിച്ചപ്പോ നമുക്കത് തീരെ ആവശ്യമായിട്ട് തോന്നുന്നില്ല. അത് അല്ലാഹുവിൽ നിന്നുള്ള ഒരു വല്ലാത്തൊരു അനുഗ്രഹമാണത്. നമ്മുടെ നോമ്പിന്റെ ഒരു പ്രത്യേകതയാണത്. മറ്റുള്ള ആളുകളൊക്കെ, നോമ്പല്ലാത്ത ആളുകൾ, അവരിങ്ങനെ അങ്ങാടിയിലൊക്കെ ഒന്ന് വെള്ളം കുടിക്കുന്നത് കാണുമ്പോൾ നമുക്ക് തോന്നും ഇത്രയൊക്കെ ദാഹം ഉണ്ടോ. അതൊരു വല്ലാത്തൊരു അനുഗ്രഹമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ് തൊട്ടടുത്ത ആയത്തിൽ, അയ്യാമൻ മഅദൂദാത്ത്, ഏതാനും ദിവസങ്ങളാണത്. ആ ദിവസത്തിൽ ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൽ ഉഖർ വഅലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ തആമു മിസ്കീൻ ഫമൻ തതവ്വഅ ഖൈറൻ ഫഹുവ ഖൈറുൽ ലഹു വഅൻ തസൂമു ഖൈറൻ ലക്കും ഇൻ കുൻതും തഅലമൂൻ. ഏതാനും ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല. ഏതായാലും നിർണിതമായ ഏതാനും ദിനങ്ങളാണ് അതുണ്ടാവുക. അതെ, റമദാനിലേക്ക് വന്നു കഴിഞ്ഞാൽ വരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഒരു 3-4 ഖുത്ബ മുമ്പാ പറഞ്ഞത്. 4 വെള്ളിയാഴ്ച കഴിഞ്ഞാൽ നമ്മൾ നോമ്പുകാരായിട്ടാ പള്ളിയിൽ വരിക. അത് പറഞ്ഞു, നമ്മൾ നോമ്പുകാരായിട്ട് പള്ളിയിൽ വന്നു. എത്ര എളുപ്പത്തിലാണ് ദിവസങ്ങൾ കടന്നുപോയത്, ആഴ്ചകൾ കടന്നുപോയത് എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ തോന്നിപ്പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഏതാനും നിർണിതമായ ദിനങ്ങളാണ് ഈ റമദാൻ മാസത്തിൽ ലഭിക്കുക. നിങ്ങൾ ആരെങ്കിലും രോഗിയോ യാത്രയിലോ ആണെങ്കിൽ മറ്റു ദിവസങ്ങളിൽ അത്രയും എണ്ണം നമ്മൾ നോറ്റു തികക്കണം. അപ്പൊ രോഗികളാണെങ്കിൽ, യാത്രക്കാരാണെങ്കിൽ അവർക്കതിനൊരു ഇളവ് അല്ലാഹു കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് ആ ഇളവ് കൊടുത്തോടൊപ്പം തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, ഏറെ പ്രയാസത്തോടെ മാത്രം നോമ്പെടുക്കാൻ കഴിയുന്നവർ, രോഗം കൊണ്ട് നോമ്പണ്ട് എത്തൂലാന്ന് തോന്നുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് അവരുടെ ശരീരത്തിന്റെ പ്രശ്നം കൊണ്ട്, അങ്ങനെയുള്ള ആളുകൾ, വെറുതെ ഒരു രോഗം ഉണ്ടെന്ന് തോന്നുന്നവരല്ലോ, ഒരു നോമ്പെടുത്തു നോക്കി എത്തൂല എന്ന് ഉറപ്പ് തോന്നുകയാണെങ്കിൽ അവർ പകരമായിട്ട് ഒരു മിസ്കീന് ഭക്ഷണം കൊടുത്താൽ അതിന്റെ പരിഹാരമാകും എന്ന് പറഞ്ഞു തരാണ്. അങ്ങനെ പറഞ്ഞു തന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, എന്നാൽ ആരെങ്കിലും സ്വയം കൂടുതൽ നന്മ ചെയ്താൽ, അപ്പോ തആമു മിസ്കീൻ, ഒരു മിസ്കീന് നിങ്ങൾ ഭക്ഷണം കൊടുക്കണം എന്ന് പറയുമ്പോ അതാരെങ്കിലും കുറച്ച് കൂടുതൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അവർക്ക് തന്നെ ഫഹുവ ഖൈറുൽ ലഹു, അത് അവന് തന്നെയാണ്, കൊടുക്കുന്നവന് തന്നെയാണ് അതിന്റെ നന്മ. അപ്പൊ കിട്ടുന്നവന് ഉപകാരപ്പെടുന്ന തരത്തിൽ അവന്റെ ഒരു ഭക്ഷണത്തിനായിട്ട്, ഭക്ഷണം എന്നാണ് പറഞ്ഞു കേട്ടോ. ഭക്ഷണം എന്ന് പറയുമ്പോ നമ്മള് കുറച്ച് അരി മാത്രം കൊടുത്തത് കൊണ്ട് ഭക്ഷണമാവൂല, ശ്രദ്ധിക്കണം അത്. അപ്പൊ അതിനുള്ള ഒരാൾക്ക് ഭക്ഷണത്തിന് ആവശ്യമാകുന്ന തരത്തിൽ ഒരാൾക്കത് കിട്ടണം. അപ്പോഴാണ് നമ്മുടെ ഒരു നോമ്പിന്റെ പകരമായിട്ടത് നമുക്ക് ലഭിക്കുക. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം, ഇനി ആരെങ്കിലും നോമ്പെടുക്കുകയാണെങ്കിൽ രോഗം കൊണ്ട് അല്ലെങ്കിൽ യാത്ര കൊണ്ട് ആള് വിചാരിക്കുകയാണ് ഞാൻ നോമ്പെടുക്കുകയാണ്, എന്നാൽ നിങ്ങൾക്ക് അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ആരെങ്കിലും നോമ്പെടുക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ, ആരാണ്, രോഗിയായിട്ടോ യാത്രക്കാരനായിട്ടോ ഇളവുണ്ട്, വേണമെങ്കിൽ അവർക്ക് നോമ്പിനെ മാറ്റി നിർത്താം, മറ്റൊരു സമയത്ത് അതിനെ നോറ്റുവിട്ടാം. അതിനും സാധ്യമല്ല എന്ന് തോന്നുന്നവർക്ക് ഒരു അതിഥിക്കുള്ള ഭക്ഷണം നൽകി അതിന് പ്രായശ്ചിത്തമാകാം. അപ്പൊ ആരെങ്കിലും നോമ്പ് നോൽക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഖൈറുൽ ലക്കും, അതാണ് നിങ്ങൾക്ക് ഏറ്റവും നന്മയായിട്ടുള്ളത്. ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾ അതിനെ കുറിച്ച് അറിയുന്നവരാണെങ്കിൽ. ഇവിടെ ഒരു സംഗതി നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെയൊക്കെ വീടുകളിൽ പ്രായമായ മാതാപിതാക്കൾ ഉണ്ടാവും. അപ്പൊ ഈ മാതാപിതാക്കൾക്ക് പ്രത്യേകിച്ച് രോഗമൊന്നുമില്ല, ആരോഗ്യം കുറവാണെങ്കിലും അവർക്ക് നോമ്പെടുക്കാൻ സാധിക്കുമെങ്കിൽ നമ്മളായിട്ട് ഉമ്മങ്ങൾ നോമ്പെടുക്കണ്ട എന്ന് പറയണ്ട. ഉമ്മാനോടുള്ള സ്നേഹം കൊണ്ട് നിങ്ങൾക്ക് ഇനി കഴിയില്ലമ്മ, നോമ്പ് വയസ്സൊക്കെ ആയില്ലേ എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് പറഞ്ഞ് നിങ്ങൾ നോമ്പെടുക്കണ്ട എന്ന് പറയണ്ട.
നല്ല വിദഗ്ധനായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡോക്ടർ പറയാണ് നമുക്ക് നോമ്പെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും എന്ന് പറയുകയാണെങ്കിൽ അത് വേറെയാണ്. അല്ലാത്ത തരത്തിൽ നോമ്പെടുക്കാൻ മുന്നോട്ട് വരുന്ന ഉമ്മയ ഉപ്പയെ നിങ്ങൾ നോമ്പെടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മൾ തടയണ്ട. കാരണം ഒരു റമദാൻ, ആ റമദാനിൽ അവർ സ്വയം എടുക്കുന്ന നോമ്പിന് അതിന് വല്ലാത്ത പ്രതിഫലമാണ് അള്ളാഹു നൽകുക. അള്ളാഹ് പറഞ്ഞ തന്നെ അതിന് ഞാനാണ് അവർക്ക് പ്രതിഫലം നൽകുക. അതൊരു പ്രത്യേക വർത്തമാനാണ്. നമ്മുടെ എല്ലാ ഇബാദത്തിനും പ്രതിഫലം നൽകുന്നവൻ അള്ളയാണ്. എന്നിട്ടും അള്ളാഹ് പറഞ്ഞു നോമ്പുകാരന് അത് ഞാനാണ് കൊടുക്കട്ടോ, അത് കണ്ടറിഞ്ഞു കൊടുക്കുന്നതാണ്. അത് എത്രയാണ് റബ്ബിന് മാത്രമാണ് അറിയാ എത്ര ലഭിക്കാൻ. അതുകൊണ്ട് തന്നെ പരിശുദ്ധ റമദാനിൽ നോമ്പെടുക്കാൻ ഒരുങ്ങി വരുന്നവരെ നമ്മളായിട്ട് തടയണ്ട. എന്താണെന്നറിയോ, ഈ മഹ്ശറ എന്ന് പറയുന്നത് ഒരു വല്ലാത്ത ഒരു നൃത്തം. അവിടെ എങ്ങാനും ഓരോരുത്തർക്കും ലഭിക്കേണ്ടുന്ന പാസ് മാർക്ക് ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ, അള്ളാഹുവേ ഒരു റമദാൻ എനിക്ക് കിട്ടുകയും നോമ്പ് തോൽക്കാൻ എനിക്ക് ആഗ്രഹം ഉണ്ടാവുകയും ചെയ്തിട്ട് എന്റെ നോമ്പിനെ തടഞ്ഞവൻ ഇവനാണെന്ന് പറഞ്ഞ് നമുക്ക് നേരെ ഒരു പക്ഷേ വിരൽ ചൂണ്ടാൻ സാധ്യതയുണ്ട്. കാരണം അവിടെ നഫ്സിയാണ്, സ്വന്തത്തിന്റെ കാര്യമാണ്. എല്ലാരെയും അങ്ങണ്ട് പകരം കൊടുത്തിട്ട് എനിക്കൊന്ന് രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് ആലോചിക്കുന്ന ഒരു മഹ്ശറയാണത്. അവിടെ ആർക്കും ആരോടും പ്രത്യേകിച്ച് ഒരു താല്പര്യം ഉണ്ടാവൂല. നഫ്സിയാണ്. അതുകൊണ്ട് തന്നെ ആ ദിവസത്തിൽ അവർക്ക് ലഭിക്കേണ്ടുന്ന ഒരു പ്രതിഫലം നമ്മൾ തടഞ്ഞു എന്ന് റബ്ബിന്റെ മുമ്പിൽ ഒരു പരാതി വരുന്നതിനെ നമ്മൾ സൂക്ഷിക്കണം. അതുകൊണ്ട് തന്നെ അവർക്ക് പരമാവധി വേണ്ടുന്ന സഹായങ്ങൾ സഹകരണങ്ങൾ ചെയ്ത് നമ്മളിങ്ങനെ നോക്കുക. പ്രായമായ ഉമ്മയാണ് ഉപ്പയാണ്, ഇടക്കൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അവർക്ക് അങ്ങനെ നോമ്പെടുക്കാൻ കഴിയുന്നത്ര അവർ നോമ്പെടുക്കട്ടെ. കാരണം അങ്ങനെ അള്ളാഹ് പറഞ്ഞത്, നിങ്ങൾ നോമ്പെടുക്കുകയാണെങ്കിൽ നിങ്ങൾ നോമ്പെടുക്കുകയാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് നന്മ എന്ന് അള്ളാഹു പറഞ്ഞു. ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ അതാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു തന്നു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല അടുത്ത ആയത്തിൽ പറയുന്നത്, ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഈ റമദാനിലാണ് ഈ പരിശുദ്ധ ഖുർആനിനെ അല്ലാഹു അവതീർണമാക്കിയിട്ടുള്ളത്. എന്തിനു വേണ്ടിയിട്ടാ? ഹുദൽ ലിന്നാസ്, മുഴുവൻ മനുഷ്യർക്കും സന്മാർഗമായിക്കൊണ്ട് വഴികാട്ടിക്കൊണ്ട്. ഹുദൽ ലിന്നാസ്, ഇതേതെങ്കിലും പണ്ഡിതന്മാർക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയതല്ല, ഏതെങ്കിലും ഗോത്രങ്ങൾക്ക് വേണ്ടി ഇറങ്ങിയതല്ല, ഏതോ ആലിമുകൾക്ക് വേണ്ടി ഇറങ്ങിയതല്ല. ഹുദൽ ലിന്നാസ്, മുഴുവൻ മനുഷ്യർക്കുമാണ്. ആ ലിന്നാസിൽ നമ്മളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഖുർആനിൽ നിന്ന് നമുക്ക് ഹുദ ലഭിക്കണം. ഈ പരിശുദ്ധ ഖുർആനിൽ നിന്ന് നമുക്ക് വഴി മാർഗം ലഭിക്കണം. അതിനെന്തേ വഴിയുള്ളൂ? ഖുർആനിനെ നമ്മളോടൊപ്പം ഉണ്ടാകുക. പരിശുദ്ധ ഖുർആനിന്റെ ഓത്ത് എന്ന് പറയുന്ന നമ്മുടെ ഒരു പാരമ്പര്യ സംവിധാനത്തെ മാറ്റി നിർത്തണം. എന്നിട്ട് പരിശുദ്ധ ഖുർആനെ വായിക്കാൻ വേണ്ടി ശ്രമിക്കണം. വായിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടണം ഓരോ ആയത്തുകളും എന്താണ് എൻ്റെ റബ്ബനോട് പറയുന്നത് എന്ന്. അപ്പോഴാണ് നമുക്കത് ഹുദയാവുക, നമുക്കത് വഴിയാവുക, നമുക്കത് മാർഗമാകുക. അല്ലാഹ് പറഞ്ഞത് ഈ ഖുർആനിനെ ഇറക്കിയത് ഹുദൽ ലിന്നാസ് വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. അത് ഒന്നുകൂടി അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു. എന്തിനാണ്? പരിശുദ്ധ ഖുർആനിന്റെ അതിന്റെ ലക്ഷ്യത്തെ പറഞ്ഞു. ഖുർആൻ ഇറങ്ങിയ മാസമാണ് റമദാൻ. എന്നിട്ട് അല്ലാഹ് പറയാ, ഖുർആൻ ജനങ്ങൾക്ക് നേർവഴി കാണിക്കുന്നതാണ്, സത്യമാർഗം വിശദീകരിക്കുന്നതുമാണ്, സത്യമാർഗം സത്യാസത്യങ്ങളെ വേർതിരിക്കുന്നതുമാണ്. സത്യമാർഗം ഏതാണെന്ന് കൃത്യമായിട്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു തരും. സത്യമല്ലാത്ത മാർഗം ഏതെന്നും വളരെ കൃത്യമായി ഖുർആൻ നമുക്ക് പറഞ്ഞു തരും. അപ്പൊ ഇത് നമുക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ട്. സത്യം ഏതാണെന്ന് നമുക്ക് അറിയണം. അത് നമ്മുടെ ഓരോരുത്തരുടെയും ഭാഗമാണ്. നമുക്കറിയണം എന്താണ് സത്യമെന്ന്, എന്താണ് സത്യമല്ലാത്തതെന്ന്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിനെ ഏറ്റവും കൂടുതൽ വായനക്കെടുക്കുക ഈ റമദാനിന്റെ സമയങ്ങളിൽ, അതിന്റെ പകലുകളിൽ, അതിന്റെ രാവുകളിൽ കിട്ടുന്ന സമയമൊക്കെയും ഖുർആനുമായിട്ടുള്ള ബന്ധത്തെ അതിനെ കുറച്ചുകൂടി ഒന്ന് സജീവമാക്കുക എന്നത് മാത്രമാണ് അതിന്റെ ഒരു പ്രത്യേകമായിട്ട് അല്ലാഹുവിൽ നിന്ന് നമുക്ക് പുണ്യം ലഭിക്കുവാനുള്ള കാരണമാകുന്നത്. സഹോദരങ്ങളെ, അതിന്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത ഖുതുബയിൽ പറയാം. അല്ലാഹു സുബ്ഹാനഹു തആല ഏറ്റവും ശ്രദ്ധയോടുകൂടി, ഇഖ്ലാസോടുകൂടി, ഈമാനോടുകൂടി, ഇഹ്തിസാബൻ, ഇതെന്റെ റബ്ബിന്റെ പക്കൽ നിന്ന് വലിയ പ്രതിഫലം ലഭിക്കുന്ന ഒരു ആരാധനയാണ് എന്റെ നോമ്പ് എന്ന നല്ല ഓർമ്മയോടുകൂടി
ഈ നോമ്പിനെ സ്വീകരിക്കുക. പരിശുദ്ധ റമദാനിനെ പരമാവധി അതിന്റെ ഏറ്റവും ഗുണകരമായ അവസ്ഥയിൽ എനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ അവസാനം നോമ്പ് വിട പറയുന്ന അവസാനത്തെ ദിവസത്തിൽ നമുക്ക് നമ്മുടെ ശരീരത്തിന് നമുക്ക് സ്വന്തം ബോധ്യമാകുന്ന തരത്തിൽ ഈ റമദാനിനെ ഉപയോഗപ്പെടുത്തുക. അള്ളാഹു നമ്മെ എല്ലാവരെയും അതിന്റെ ഖൈറു മിൻ അൽഫി ശഹർ ലഭിക്കുന്ന മഹാസൗഭാഗ്യവാന്മാരിൽ ചേർക്കുമാറാവട്ടെ. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فاتقوا الله عباد الله. സഹോദരങ്ങളെ സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ റമദാനിൽ നമ്മൾ അത്താഴം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം അൻ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഫസ്ലു മാ ബൈന സിയാമനാ വ സിയാമ അഹ്ലിൽ കിതാബ്. നമ്മൾ വിശ്വാസികൾ നമ്മൾ നോമ്പുകാരാകുന്നതും അതുപോലെ തന്നെ അഹ്ലുൽ കിതാബിന്റെ ആളുകൾ നോമ്പുകാരാകുന്നതും തമ്മിലുള്ള വ്യത്യാസം, നമുക്കിടയിലുള്ള ഒരു വ്യത്യാസം, അഹ്ലുൽ കിതാബിന്റെ ആളുകള് അവർ അത്താഴം കഴിക്കാതെ നോമ്പെടുക്കും. എന്നാൽ നിങ്ങൾ അത്താഴം കഴിച്ചുകൊണ്ട് നോമ്പെടുക്കണമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും നിങ്ങൾ അത്താഴത്തിന് നോമ്പ് കഴിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല ആ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിങ്ങൾക്ക് അല്ലാഹു ബർക്കത്ത് തരും. അള്ളാഹുന്റെ ബർക്കത്ത് നമുക്ക് ലഭിക്കണം. നമ്മൾ അള്ളാഹിനോട് ചോദിക്കുന്നതല്ലേ, അള്ളാഹു നിന്റെ ബർക്കത്തിനെ കൊണ്ട് നീ സഹായിക്കണം, അള്ളാഹിന്റെ നിന്റെ നിഅമത്തിനെ കൊണ്ട് സഹായിക്കണം എന്നൊക്കെ നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ പറയുന്നതാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, നിങ്ങൾ തസഹറു ഫഇന്ന ഫീ സുഹൂരി ബർക്ക. നിങ്ങൾക്ക് ആ കഴിക്കുന്ന അത്താഴത്തില് അതിൽ ബർക്കത്തുണ്ട്. അപ്പൊ എപ്പോഴാ അത്താഴം കഴിക്കേണ്ടത്? ചില ആളുകൾ സംസ്കാരവും തറാവിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചു നേരം ഇങ്ങനെ ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ചും കണ്ടാണ്ട് കിടക്കും, പിന്നെ ഫജറിന് എണീക്കുള്ളൂ. അതൊരു തടസ്സമായിട്ടോ ഒരു പ്രയാസമായിട്ടൊക്കെ അങ്ങനെ പാടില്ല എന്നുള്ളതാണ്. നിങ്ങൾ ഫജറിന്റെ മുമ്പ് എഴുന്നേൽക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ആ സമയത്ത് ഒരുപാട് കഴിക്കാനൊന്നും പറ്റിയില്ലെങ്കിലും എന്തെങ്കിലും കുറച്ച് കഴിച്ചാൽ അതിൽ ബർക്കത്തുണ്ട്. അതിനൊരുപാട് കാരണങ്ങൾ പറഞ്ഞു. നിങ്ങളുടെ നോമ്പിന്റെ ആരോഗ്യത്തിന് അത് ആവശ്യമാണ്. അത് വളരെ കുറഞ്ഞതായാലും സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഫജ്ർ ബാങ്ക് കൊടുക്കുന്ന സമയവും നമ്മുടെ അത്താഴത്തിന്റെ സമയം കൂടി ഒരു 50 ആയത്ത് ഓതിത്തീരുന്ന അത്ര സമയം റസൂലുള്ളാഹി തഖ്റാക്കാറുണ്ടായിരുന്നു. അതായത് ഒരുപാട് വൈകിപ്പിച്ചിട്ട് ആ ഫജ്റിന്റെ സമയത്തേക്ക് കഴിക്കാനുള്ള സമയത്തെ ആക്കാറുണ്ടായിരുന്നു. നേരത്തെ കഴിക്കുക എന്നതല്ല. ആ ഫജ്റിന്റെ സമയത്ത് എഴുന്നേറ്റ് അത്താഴം കഴിച്ചതിന് ശേഷം അവിടെ ഇരുന്ന ദിക്റുകളും ദുആകളും ഒക്കെയായി ആ ബാങ്ക് ഇങ്ങനെ കേൾക്കുന്നത് വരെ ആ ഇരുത്തം ഇരുന്ന് ബാങ്ക് കേൾക്കുമ്പോൾ ബാങ്കിനോടൊപ്പമുള്ള ജവാബ് കൊടുത്ത് അതിന്റെ പ്രാർത്ഥന പ്രാർത്ഥിച്ച് എന്നിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് 2 റക്അത്ത് ഫജ്റിന് മുമ്പുള്ള സുന്നത്ത് നമസ്കരിച്ച് നേരെ പള്ളിയിലേക്ക് വരിക. അതാണ് നോമ്പിന് പ്രത്യേകിച്ച് നമ്മുടെ ഒരു പരിശീലനത്തിന്റെ ഭാഗമാകണം. അത് പിന്നീട് നമുക്ക് തുടർന്നു പോകണം. ആ ഒരു തരത്തിൽ തന്നെ അതിനെ കാണണം. അതുകൊണ്ട് അത്താഴം കഴിക്കുക എന്നത് പ്രത്യേക സുന്നത്താണ്, നമുക്ക് പുണ്യം ലഭിക്കുന്നതാണ്, അള്ളാഹുവിൽ നിന്ന് ബർക്കത്ത് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് അതിനെ അങ്ങനെ തന്നെ കാണണം. അള്ളാഹു സുബ്ഹാനഹു തആല നല്ല ബർക്കത്തുള്ള ആ ഭക്ഷണമായി നമ്മളിൽ നിന്ന് അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന സഹോദരങ്ങളുണ്ട് നമ്മളോടൊപ്പം ഈ സൊഫിലൊക്കെ വന്നിരുന്ന് ഈ പരിശുദ്ധ റമദാനിൽ അള്ളാഹുവിന്റെ ഭവനത്തിൽ സജീവമാവേണ്ടുന്ന നമ്മുടെ ചില സുഹൃത്തുക്കൾ അവരവരുടെ ചികിത്സയുടെ ഭാഗമായി വീട്ടിലുണ്ട്. അള്ളാഹുവേ, അവരുടെ രോഗത്തിന് എളുപ്പത്തിൽ ശമനം നൽകി നീ അനുഗ്രഹിക്കണേ.
അവർക്ക് നൽകുന്ന ചികിത്സ അവരുടെ രോഗത്തിന്റെ പരിപൂർണ ശമനത്തിന് അള്ളാഹുവെ അവരെ നീ സഹായിക്കണേ അള്ളാഹുവെ ആരോഗ്യം കൊണ്ട് പ്രയാസപ്പെട്ടു നോമ്പുകാലത്ത് വിതുമ്പിക്കരയുന്ന ഒരുപാട് ഉപ്പമാർ ഉമ്മമാർ അള്ളാഹുവെ അവർ നൽകുന്ന പ്രായശ്ചിത്തം അവരുടെ നോമ്പിന് പരിഹാരമായി പ്രതിഫലം ലഭിക്കുന്നതാക്കി അള്ളാഹുവെ അവരിൽ നിന്ന് നീ കബൂലാക്കണേ അള്ളാഹുവെ ഞങ്ങളുടെ നോമ്പ് പടച്ചവനെ നാളെ റയ്യാൻ എന്ന കവാടം തുറന്ന് നോമ്പുകാരെ മാത്രം ആ വഴിയിലൂടെ സ്വർഗത്തിലേക്ക് ക്ഷണിക്കുമ്പോ ആ റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗപ്രവേശനം ലഭിക്കുന്ന മഹാസൗഭാഗ്യവാന്മാരിൽ അള്ളാഹുവെ ഞങ്ങളെയും നീ ചേർക്കണേ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم الأموات إنك مجيب الدعوات يا قاضي الحاجات اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين.